അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം ശിഹാബുർ റംലിയോട് ചോദിക്കപ്പെട്ടു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണോ അതല്ല ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കലാണോ ഏറ്റവും പ്രതിഫലാർഹമായത്, ഏറ്റവും പുണ്യമുള്ളത്? അതല്ല ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ നന്മകൾ കൂടുതലും അപ്പോൾ അദ്ദേഹം സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും തിന്മ കൂടുതലാണ് എങ്കിൽ അദ്ദേഹം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു വ്യത്യാസം ഉണ്ടോ? എന്താണ് മറുപടി? രണ്ട് അർത്ഥത്തിലാണ് ചോദ്യം വരുന്നത്. ഒന്ന്, മൊത്തത്തിൽ സ്വലാത്തു ചൊല്ലലാണോ ഇസ്തിഗ്ഫാർ ചൊല്ലലാണോ ഏറ്റവും അഫ്ളലായത്? മറ്റൊന്ന്, ഇവിടെ ഒരു വ്യത്യാസം വരുത്താമോ? അഥവാ തെറ്റുകുറ്റങ്ങൾ കൂടുതലായി ചെയ്ത ആൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും നന്മകൾ കൂടുതൽ ചെയ്യുന്ന വ്യക്തി സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം ശിഹാബുർ റംലി റഹിമഹുല്ല കൊടുത്ത മറുപടി, മൊത്തത്തിൽ ആരാണെങ്കിലും സ്വലാത്തിനെ വർദ്ധിപ്പിക്കലാണ് ഏറ്റവും അഫ്ളൽ എന്നാണ്. ഇത് അവിടുത്തെ ഫതാവയിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് കൊണ്ട് ദോഷം പൊറുപ്പിക്കപ്പെടും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. സ്വലാത്ത് ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം.